ഈ മണിപ്പൂരിലെ തീവ്രവാദി ആക്രമണം അങ്ങനെ പറയണം വല്ലാത്തൊരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കുക്കികൾ വ്യോമാക്രമണം നടത്തുന്നു. ഇന്ത്യ റിസർവ് ബറ്റാലിയൻ്റെ 3 ബങ്കറുകൾ ഡ്രോൺ ഉപയോഗിച്ച് ബോംബുകളും മറ്റും വർഷിച്ച് തകർത്തു. അവിടെ സെൻജോ ചിറാങ് എന്ന് പറയുന്ന ഒരു സ്ത്രീക്കും പരിക്കേറ്റു. അത് കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള പുതിയ ഡെവലപ്മെൻറ്റ് ഈ ആകാശമാർഗേന ഡ്രോണുകൾ ഉപയോഗിച്ച് ഇപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ പ്രധാനമായും ഡ്രോണുകളാണ്. പലസ്തീനിൽ ഇസ്രയേൽ ഉപയോഗിക്കുന്ന ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം നടത്തുന്നത്, ഇറാൻ ആക്രമിക്കുന്ന ഡ്രോണുകൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഡ്രോൺ ആളിൻ്റെ അകത്ത് ആളില്ല, ആൾനാശം ഉണ്ടാവത്തില്ല, ബോംബ് വെച്ച് അയക്കാം. അതുപോലെ ഇന്ത്യക്കകത്ത് ഒരു ഗോത്ര സംഘടന എതിർ വിഭാഗങ്ങളെ ആക്രമിക്കാൻ ഡ്രോൺ ഉപയോഗിക്കുന്നു. ഇതാണ് ഒന്ന്. രണ്ടാമത് ഈ ഡ്രോൺ എവിടെയും ചെല്ലും. വേണ്ടിവന്ന സെക്രട്ടേറിയറ്റ് ആക്രമിക്കാം, രാജ്ഭവൻ ആക്രമിക്കാം, മുഖ്യമന്ത്രിയുടെ വീട് ആക്രമിക്കാം. അങ്ങനെ അതീവ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് മണിപ്പൂർ മാറുന്നു. അപ്പോൾ അതുകൊണ്ട് മണിപ്പൂർ പോലീസ് ഇപ്പോൾ NSGയുടെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു. NSG മണിപ്പൂരിലേക്ക് വരികയാണ്. ഇത് സത്യത്തിൽ ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ ഒരു ശത്രുക്കൾ നിന്നിട്ട് ദേശവിരുദ്ധമായ ആക്രമണങ്ങൾ, അത് വ്യോമാക്രമണം, ഇത് കേട്ടുകേൾവിയില്ലാത്തതാണ്. പലതരം വിധ്വംസക പ്രവർത്തനങ്ങളൊക്കെ ഇന്ത്യയിൽ പല സ്ഥലത്തുമൊക്കെ നടക്കുന്നതായിട്ടൊക്കെ നമുക്കറിയാം. മറ്റേ ഖലിസ്ഥാൻ തീവ്രവാദികളൊക്കെ ഉദാഹരണമാണ്. പക്ഷേ ഇവരൊക്കെ ഈ ആളില്ലാത്ത ഡ്രോണിൻ്റെ അകത്ത് ബോംബ് വെച്ചിട്ട് അയക്കുന്ന പരിപാടിയൊന്നും അവർ ചെയ്തിട്ടില്ല. ഗ്രനേഡുകളും മോർട്ടാർ ബോംബുകളും ആണ് ഇതിനകത്ത് കയറ്റിവിടുന്നത്. ഇപ്പോൾ പോലീസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇത് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഹോബി FPV, അതായത് നമ്മൾ ഫോട്ടോഗ്രാഫിക്കൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ ഡ്രോണുകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഡ്രോണുകളെ ഇവർ കൺവേർട്ട് ചെയ്ത് സാധാരണ ഡ്രോണുകൾ 5 കിലോമീറ്റർ വരെയൊക്കെയാണ് സഞ്ചരിക്കുന്നത്. അതിനെ മോഡിഫൈ ചെയ്ത് 15 കിലോമീറ്റർ വരെ സഞ്ചരിക്കാം. മണിക്കൂറിൽ 250 കിലോമീറ്റർ വേഗത്തിൽ പറക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇതിനെ റീഡിസൈൻ ചെയ്തു. അപ്പോൾ ഇതാണ് സൈന്യത്തെ നമ്മുടെ 60,000 കേന്ദ്രസേന ഇപ്പോൾ മണിപ്പൂരിലുണ്ട്. അവരെ അതിശയിപ്പിക്കുന്നത് ഒരു സാധാരണ ആളുകൾക്ക് ഇങ്ങനെ ഈ ഡ്രോൺ ഒരു ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി എടുക്കുന്ന ഒരു ഡ്രോണിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ വലിയൊരു സാങ്കേതിക സഹായം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്, വിദേശത്ത് നിന്നായിരിക്കാം. അപ്പോൾ വിദേശ ഏജൻസികളാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇതിൻ്റെ ഒരു ഭീഷണി എന്ന് പറഞ്ഞാൽ ഈ ഡ്രോണുകൾ പോയി മണിപ്പൂർ ഹൈക്കോടതി ഇറക്കാം, ഒരു പറന്നു പോയിട്ടിട്ടാൽ മതി. അപ്പോൾ ഇതിലേക്ക് ഒരു ഡ്രോൺ അവിടെ CRPF പിടിച്ചെടുത്ത് പരിശോധിക്കുമ്പോഴാണ് സാധാരണ ഡ്രോണിനെ അവർ കൂടുതൽ എക്യുപ്പ് ചെയ്ത് മോഡേണൈസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വിദേശ കരങ്ങളുണ്ട് എന്ന തരത്തിൽ വന്നതോടെയാണ് NSGയെ വിളിച്ചിരിക്കുന്നത്. അപ്പം വിദേശ കരങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അല്ല, ബർമ്മ വഴിയാണല്ലോ. നമ്മൾ മുമ്പൊരിക്കൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. മ്യാൻമർ വഴിയാണ്. മ്യാൻമറിൽ ഈ പറഞ്ഞ പോലെ മ്യാൻമറിലെ പട്ടാള ഭരണത്തെ അട്ടിമറിച്ച് ആങ് സാൻ സൂചിയുടെ സർക്കാരിനെ കൊണ്ടുവന്ന് ജോർജ് സോറോസാണ്. ജോർജ് സോറോസിൻ്റെ കൊളംബിയയിലെ ഡ്രഗ് ബിസിനസ് നശിച്ചപ്പോഴാണ് അയാൾ ഓപ്പറേഷൻ ബർമ്മ പ്രൊജക്റ്റുമായിട്ട് വന്നത്. അങ്ങനെ ആങ് സാൻ സൂചി പ്രധാനമന്ത്രിയായി. ആങ് സാൻ സൂചിയും നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള സോണിയാഗാന്ധിയും ഭാരവാഹികളായിട്ടുള്ള ഒരു സോറോസിൻ്റെ സംഘടന ഉണ്ടായിരുന്നു. ഈ രണ്ടുപേരെയാണ് രണ്ട് തരത്തിലും ഇന്ത്യയിലും മ്യാൻമറിലും ഇതിൻ്റെ ഭാരവാഹികളായ ആളുകൾ പ്രധാനമന്ത്രിമാരാവണമെന്ന് സോറോസ് എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇന്ത്യയിൽ നടന്നില്ല. അങ്ങനെയാണ് ബർമ്മ പ്രൊജക്റ്റ് അവിടെ ആരംഭിച്ചത്. ഈ മ്യാൻമറിൽ നിന്ന് ഇന്ത്യയിലേക്ക് നിർബാധം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാം. മ്യാൻമറിലുള്ളവർക്ക് ഇന്ത്യയിലേക്ക് 16 കിലോമീറ്റർ വരാം വിസയില്ലാതെ, ഇവിടെ നിന്നുള്ളവർക്ക് അങ്ങോട്ടും പോകാം. ഇത് ഗോൾഡൻ ട്രയാങ്കിൾ എന്നറിയപ്പെടും. അവിടെ വലിയ പോപ്പി കൃഷി നടക്കുന്നു. അപ്പോൾ ഈ പോപ്പി കൃഷിയാണ് 20,000 ഹെക്ടറിലെ പോപ്പി കൃഷിയാണ് ബൈരൺ സിംഗ് മണിപ്പൂർ മുഖ്യമന്ത്രി നശിപ്പിച്ചത്. BJP സർക്കാർ വന്ന് നശിപ്പിച്ചത്. അതേ തുടർന്ന് അവിടുന്ന് ബർമീസ് തീവ്രവാദികളെ ചിലരെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് കലാപം തുടങ്ങി. സോറോസിൻ്റെ പോപ്പി കൃഷി പോയപ്പോഴാണ് മണിപ്പൂർ കലാപം തുടങ്ങിയത്. അതെ, അവിടുത്തെ ഈ പോപ്പി കൃഷി നശിപ്പിക്കാനായിട്ട് ഈ നമ്മുടെ പട്ടാളമൊക്കെ ചെല്ലുമ്പോഴാണ് അവിടെ ഈ സ്ത്രീകൾ തുണി അഴിച്ചിട്ട് അതൊക്കെ തടഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊക്കെയാണ് വലിയ മറ്റേ പട്ടാള ദ്രോഹവും പീഡനവും ഒക്കെ ആയിട്ട് മ്യാൻമർ തീവ്രവാദിനിയായ 52 വയസ്സുകാരിയായ മെയ്കൈ മോനെ അവർ ഒക്ടോബർ മാസത്തിൽ 2021 ഒക്ടോബർ മാസത്തിൽ അറസ്റ്റ് ചെയ്തു. അവരായിരുന്നു ഈ പോപ്പി കൃഷിയുടെ തീവ്രവാദി. അവിടെ ഇന്ത്യൻ ഭാഗത്ത് ഒളിവിൽ കഴിയായിരുന്നു.
അത് സോറോസിൻ്റെ ഫണ്ട് അനുസരിച്ചുകൊണ്ടാണ് ഈ ബർമീസ് ഓപ്പറേഷൻ, മ്യാൻമർ ഓപ്പറേഷൻ മുഴുവൻ നടന്നുകൊണ്ടിരുന്നത്. പോപ്പി കൃഷി ലോകത്തിലെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുണ്ടാക്കി കയറ്റി അയക്കുന്നത് ഈ ഗോൾഡൻ ട്രയാങ്കിൾ. അതിന് BJP സർക്കാർ അട്ടിമറിച്ചു. ഈ മെയ്ക്കൈ ബോനെ അറസ്റ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ്, 3-ാം ദിവസമാണ് മണിപ്പൂർ കലാപം തുടങ്ങുന്നത്. അതെ, ഈ ആ സമയത്ത് അമിത്ഷായോട് ഇവരൊക്കെ പോയി എയർഫോഴ്സിൻ്റെ സഹായത്തോടു കൂടി ഈ ആകാശം വഴി ഈ പോപ്പി കൃഷി നശിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചിരുന്നു. കാരണം കരമാർഗം പോകാൻ പറ്റില്ല, ഇവര് തുണി അഴിച്ചിട്ട് നിൽക്കുമല്ലോ, പട്ടാളത്തിനെതിരെ ആരോപണമൊക്കെ വരും. അങ്ങനെ ആകാശമാർഗം നമ്മൾ നശിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു നീക്കം നടത്താൻ ആലോചിക്കുന്നു എന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു. പിന്നെ അടുത്ത കാലത്ത് കുറച്ച് സമാധാന ചർച്ചകൾ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ചൊക്കെ പുരോഗതി ആ കാര്യങ്ങളിൽ ഉണ്ടായി എന്ന് വിചാരിക്കുമ്പോഴാണ് ഈ ഡ്രോൺ ആക്രമണങ്ങൾ വരുന്നത്. അപ്പോൾ അതും സംശയാസ്പദമാണ്. വിദേശ സഹായത്തോടു കൂടി ഇത് നടക്കുള്ളൂ. ഇപ്പം ഇത് കൂടുതലും നടക്കുന്നത് ഇംഫാൽ വെസ്റ്റ് ജില്ലയിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 3-4 ദിവസമായിട്ട് നടക്കുന്നു. 2 പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അല്ല, ഇപ്പോൾ ആക്രമണം നടത്തി ഇവർ ഇന്ത്യ റിസർവ് ബറ്റാലിയനെ ആക്രമിച്ചത്. അവരുടെ 3 ബങ്കറുകൾ തകർത്തു. അവിടെ നിന്ന് AK-47 ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ എടുത്തു കൊണ്ടുപോയി. അപ്പോൾ സൈന്യത്തിന് നേരെ, ഇപ്പോൾ പണ്ടത്തെ പോലെ മെയ്തയ്യെ നേരെയല്ല അവർ ടാർഗറ്റ് ചെയ്തത്, ഇവർ സൈന്യത്തിനെതിരെയാണ്. അപ്പോൾ 2 ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപം മാറിയിട്ട് ഇന്ത്യൻ ആർമിക്കെതിരെയുള്ള സമരമായി മാറുകയാണ്. ഇപ്പം മണിപ്പൂരിന് വേണ്ടി നിലവിളിച്ച കുക്കികളെ കൊല്ലുന്നേ, ക്രിസ്ത്യാനികളെ മുഴുവൻ കൊല്ലുന്നേ എന്നൊക്കെ പറഞ്ഞ് വ്യാജ പ്രചാരണം നടത്തിയ ആളുകൾ എന്താ മിണ്ടാത്തത്? ഈ പറഞ്ഞ പാവങ്ങളായ കുക്കികൾ ഡ്രോൺ ആക്രമണം വരെ നടത്തുന്നത് നമ്മുടെ പത്രങ്ങളിലൊന്നും വാർത്തയല്ല. അത് പത്രങ്ങളിൽ കാണുന്നില്ല. ഇന്ത്യയുടെ അകത്തൊരു വിധ്വംസക പ്രവർത്തനം, ദേശവിരുദ്ധ പ്രവർത്തനം നടന്നിട്ട് മൈൻഡ് ചെയ്യുന്നില്ല മുഖ്യധാര. കുക്കികളാ ചെയ്യുന്നത്, അത് കുക്കിയാ ചെയ്യുന്നത്. കൊടുക്കാൻ പാടുണ്ടോ? കുക്കികൾ ചെയ്തു. ഞായറാഴ്ച കുക്കികൾ മുഴുവൻ ക്രിസ്ത്യാനികളാണെന്ന് ഇവർ പ്രചരിപ്പിച്ചു വെച്ചിരിക്കുക ഒരാവശ്യമില്ലാതെ. 2 ഗോത്രങ്ങൾ തമ്മിൽ കുറേ വർഷങ്ങളായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത് തുടരുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ വിദേശ ശക്തികളും കൂടി നിക്ഷിപ്ത താല്പര്യംകാരന് അതിൽ ഇടപെട്ടിരിക്കുന്നു. ഞായറാഴ്ചയാണ് ഈ സ്ത്രീ മരിച്ചത്. സായുധ കുക്കി ഗ്രൂപ്പുകളാണ് ചെയ്യുന്നത്. സെൻജ ചിറാങ് എന്നാണ് ആ സ്ത്രീയുടെ പേര്. കുത്രുക്ക് എന്ന് പറഞ്ഞ മെയ്തി ഗ്രാമത്തിൽ വലിയ ആക്രമണങ്ങളൊക്കെ ഈ ബങ്കറുകൾ ആക്രമിക്കുന്നതിന് മുമ്പ് നടന്നിരുന്നു. കുക്കി സോമി ഭൂരിപക്ഷമുള്ള കാങ്പോങ് പി ജില്ലയുടെ അതിർത്തിയിലായിരുന്നു അത്. സംഘർഷത്തിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഈ ആക്രമണം നടന്ന മേഖലയും. തിങ്കളാഴ്ച 3 പേർക്ക് പരിക്ക് പറ്റി. ഇതൊക്കെ ഈ ഡ്രോൺ ആക്രമണത്തിന് ശേഷം, മെയ്തികൾക്കെതിരായ ആക്രമണത്തിന് ശേഷമാണ് സേനയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ NSGയെ വിളിച്ചു വരുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അതീവ ഗുരുതരമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് NSG വന്ന സാധാരണ പട്ടാളം വന്ന പോലെ അവരുടെ ഒരു വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ നടക്കാം. ഒരു പക്ഷേ ഈ ശത്രു രാജ്യത്തെ കൈകാര്യം ചെയ്യുന്നത് പോലെ കുക്കികളെ കൈകാര്യം ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ നമ്മുടെ ഇവിടെ അല്ല, എനിക്ക് അതിൻ്റെ അകത്തൊരു സംശയം വരുന്നത് NSG കമാൻഡോസിൻ്റെ നമ്പർ കുറവായിരിക്കുമല്ലോ, ഒരു പട്ടാളം വരുന്നത് പോലെ അല്ല. അങ്ങനെയാണെങ്കിൽ NSG സ്പെഷ്യൽ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് വരുന്നതെന്നാണ് കരുതേണ്ടത്. അതെ അതെ. അപ്പോൾ ചില പ്രത്യേക എന്തോ പുറത്ത് പറയാത്ത ഏതോ ടാർഗറ്റ് ഏരിയ ഉണ്ട്, അവിടെ ചില ഓപ്പറേഷൻ നേതാക്കളോ ആരെങ്കിലും ഇടപാടുകാരോ. പക്ഷേ ഇത് വേരോടെ അറക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അതായിരിക്കണം. കുക്കികളുടെ ഏറ്റവും കിങ് പിന്നിനെ അങ്ങ് തീർത്താൽ അതാണ് പണി തീരുമല്ലോ. അതെ. അപ്പോൾ അമിത്ഷായും മോദിയും കൂടെ എടുത്തിട്ടുള്ള വളരെ വൈറ്റലായ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിരിക്കണം NSG അയക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മണിപ്പൂരിലൊരു സ്പെഷ്യൽ ഓപ്പറേഷൻ നടക്കാൻ പോകുന്നു. അതാണ് അതിൻ്റെ സൂചന വരുന്നുണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ പട്ടാളമാണ് ഇറങ്ങേണ്ടിയിരുന്നത്. അതെ അതെ അതെ. എന്തോ ടാർഗറ്റഡ് ഓപ്പറേഷനാണ്. എന്തോ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ഡ്രോൺ എവിടെ നിന്ന് എങ്ങനെ വരുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെ നല്ല ധാരണയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചതാണ്, ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഡ്രോൺ വിൽക്കുന്നത്, അത് ഈ പരിഷ്കരിച്ചതും ഫോട്ടോഗ്രാഫർമാരൊന്നുമല്ല, യുദ്ധത്തിന് തന്നെ ഉപയോഗിക്കുന്നത് തുർക്കിയാണ്. തുർക്കി വലിയൊരു ഡിഫൻസ് എക്സ്പോർട്ടറായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ധാരാളം ഇന്തോനേഷ്യ ഇങ്ങനത്തെ ചെറിയ ചെറിയ സൈനിക ശക്തികളില്ലേ ഗൾഫിലെയൊക്കെ, ഇവരൊക്കെ തുർക്കിയുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിലൊരു പ്രധാനപ്പെട്ട
ഞാൻ ഈ കഴിഞ്ഞ തവണ UAE പോയപ്പോൾ, ദുബായി പോയപ്പോൾ അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് ഒരു ഷൂ വാങ്ങിച്ചു. തുർക്കിയുടെ ആയിരുന്നു. അവിടെ നിന്നിട്ട് വീട്ടിൽ വന്നപ്പോഴേക്ക് 4 കഷ്ണമായിപ്പോയി. അപ്പോൾ വിലയോ? വില ഏതാണ്ട് നമ്മുടെ ഇവിടുത്തെ 2000 രൂപയ്ക്ക് മുകളിലൊക്കെ ആയിരുന്നു. നല്ല ഭംഗിയൊക്കെ ആയിരുന്നു. അപ്പോൾ തുർക്കിയിൽ നിന്ന് വെടിക്കോപ്പ് മേടിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? അതാ ഞാനും ആലോചിക്കാറുള്ളത്. എർദോഗൻ്റെ ഇന്നൊക്കെ ഡിഫൻസ് സാധനം മേടിച്ചിട്ട്, പക്ഷെ ഞമ്മൻ്റെ ആളാണ്. അല്ല, ഒരു ഷൂ ഉണ്ടാക്കാൻ അറിയാൻ മേലാത്തവൻ എങ്ങനെ തോക്കുണ്ടാക്കുന്നത്? ഡ്രോൺ ഉണ്ടാക്കും. ഡ്രോൺ അല്ലാത്ത മിസൈൽ സാധനങ്ങളും ഒക്കെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ ധാരാളമായിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം അല്ല, ഇന്തോനേഷ്യയൊക്കെ അല്ലേ മേടിക്കുന്നത്? അവർക്കത് മതി. ആരെ ആക്രമിക്കാൻ? വേറെ സഹായമൊക്കെ തേടണം, കാര്യമായ യുദ്ധമൊക്കെ വന്നാൽ. അല്ല, ഒരു രാജ്യമൊക്കെ ആകുമ്പോൾ അവിടെ കുറെ ഡ്രോണ്, കുറെ പീരങ്കിയൊക്കെ നിരത്തി വെക്കണ്ടേ? ഇല്ലെങ്കിലും അതിനായിരിക്കാം, ഒരു ഭംഗിക്ക് വേണ്ടി. എന്തായാലും അപ്പോൾ ഏതായാലും നമ്മൾ കാണാത്ത നമ്മൾ എല്ലാ ദിവസവും രാമേന്ദ്ര സാറേ നമ്മുടെ ചാനലിൽ നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ അല്ലല്ലോ, വെറുതെ നമ്മൾ വർത്തമാനം പറയുക. ലോകത്ത് നടക്കുന്ന, നമ്മുടെ നാട്ടിലും ലോകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല തവണ ഒരു ദിവസം നമുക്ക് പറയേണ്ടി വരുന്നു, നമ്മുടെ പത്രങ്ങളിലില്ല, നമ്മുടെ മാധ്യമങ്ങളിലില്ല എന്ന്. അതെന്താ അങ്ങനെ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ഫണ്ട് ചെയ്യുന്നത് ഒരാളാണ്, അതുകൊണ്ടാണ്. നമുക്കാരും ഫണ്ട് ചെയ്യുന്നില്ല. അതെ, അതില്ല, നമുക്ക് മുതലാളിയില്ല. ഒരു മുതലാളിയെ കണ്ടെത്തണം. ഒരു സോറോസ് നമുക്ക് വേണ്ടി വരുമായിരിക്കും. ഇപ്പോൾ നമ്മൾ രാഹുൽ ഗാന്ധി, മറ്റേ ഒവൈസി കാശ്മീരിലൊക്കെ അമേരിക്കക്കാർ പോയി. അതെ അതെ. എന്താണ് ഗാർഗെ കാണാതിരുന്നതെന്ന് വിചാരിച്ചു. ഇന്നലെ ഗാർഗയും പോയി കണ്ടു, മുതലാളിമാരെ കണ്ടു, ഗാർഗയും കണ്ടു. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇവിടെ നമ്മുടെ സർക്കാർ, നമ്മൾ തുർക്കിയിൽ നിന്ന് വന്ന്, മ്യാൻമറിൽ നിന്ന് വന്ന്, ഇപ്പം നമ്മൾ രാഷ്ട്രീയം പറയുക, ഇന്ത്യയിലെ രാഷ്ട്രീയം, അതായത് സ്റ്റാലിനെ കണ്ടു, ഫറൂഖ് അബ്ദുള്ളയെ കണ്ടു, പിന്നെ ആരെയാ, ഒവൈസിയെ കണ്ടു, ചന്ദ്രബാബു നായിഡുവിനെ കണ്ടു, രേവന്ത് റെഡ്ഡിയെ കണ്ടു, ഖാർഗയെ കണ്ടു. അമേരിക്കക്കാർ ഇങ്ങനെ അഴിഞ്ഞാടുകയാണ്. അതിനിടയ്ക്ക് പാവപ്പെട്ട കങ്കണ പറഞ്ഞു കർഷക സമരക്കാരുടെ ലക്ഷ്യം ബംഗ്ലാദേശ് മോഡൽ ഇവിടെ ഉണ്ടാക്കുകയാണെന്ന്. BJP കയറി എങ്ങനെ കങ്കണയെ ശാസിച്ചു. കങ്കണയുടെ സിനിമ ഇറക്കാൻ പാടില്ല എന്ന് അവിടുത്തെ BJP പഞ്ചാബ് BJP ജനറൽ സെക്രട്ടറിയും പറഞ്ഞു. നൂപുർ ശർമ്മയ്ക്ക് പറ്റിയ പോലെ കങ്കണയ്ക്കും പറ്റുകയാണ്. അതാണ് ഇങ്ങനെയൊക്കെ കുഴമറിഞ്ഞ് കിടക്കുകയാണ് ആളുകളുടെ ബന്ധങ്ങളെ. അതാണ് കങ്കണ വളരെ ഫയർ ബ്രാൻഡായിട്ട് ഇത് എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും അഭിപ്രായം പറയും. കാരണം ഇന്ത്യയിൽ ആവർത്തിക്കണം എന്ന് ഒരുപാട് പേര് പറഞ്ഞു. അതിനെയാണ് കങ്കണ വിമർശിച്ചത്. അത് പറയാൻ കങ്കണയെ ചുമതലപ്പെടുത്തിയിട്ടില്ല. അത് പറയേണ്ടവർ നമ്മൾ പറഞ്ഞോളാം എന്ന തരത്തിലാണ്. എന്നിട്ട് അവരോട്ട് പറഞ്ഞോ, അതുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് നമ്മുടെ കാട്ടിൽ. അപ്പോൾ നമ്മുടെ തലയ്ക്ക് മീതെ ഇങ്ങനെയൊക്കെ പോയാൽ തലയ്ക്ക് മീതെ ഡ്രോൺ പറന്നു വന്ന് നമ്മുടെ നെറുകം തലയിൽ ബോംബിടും. പക്ഷേ ആ ആശങ്ക മാറ്റാൻ വേണ്ടി അമിത്ഷായും നരേന്ദ്രമോദി എന്തോ തീരുമാനിച്ചിട്ടുണ്ട്. NSG മണിപ്പൂരിൽ ഇറങ്ങുകയാണ്. ബാക്കി കഥ വെള്ളിത്തിരയിൽ. മുഖ്യധാരാ മാധ്യമങ്ങൾക്കും മണിപ്പൂരിലൊരു ശ്രദ്ധ വേണം. അവർ പറയും എന്നെ കമാൻഡുകളോ ഉപയോഗിച്ച് കുക്കികളെ കൊന്നു തീർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരുമായിരിക്കും. നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.